ഗായ്സ്, ഇപ്പൊ നമ്മൾ കോറി പാർക്കിലാണ് ഉള്ളത്. ഇനി ഉള്ളോട്ട് പോയി നോക്കണം. ഗായ്സ്, ഇതാണ് കോറി പാർക്കിന്റെ എൻട്രി. ലൈറ്റ് ഇട്ട് കാണാൻ നല്ല ഭംഗി ആണ്. ഇവിടെ ഒരു കവാടം പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു മുതലുണ്ട് ഗായ്സ്, മുതല ക്രോക്കഡൈലായിരുന്നു. ഇവിടെ ഒരാള് എന്തി നോക്കുന്നുണ്ട് ഗായ്സ്. ഇവിടെ ഒരു ടൈഗർ ഉണ്ട്. പിന്നെ വേറെ ഇവിടെ ഒരു കുളം, ഒരു പോണ്ട് പോലത്തെ ഒരു ചെറിയൊരു ഇതുണ്ട് മുതലേണ്ട അവിടെ. ഇനി നമുക്ക് ഉള്ളോട്ട് പോകണോ? ഉള്ളിലുള്ള ലൈറ്റ് നോക്ക് ഗായ്സ്, എന്താ അടിപൊളിയല്ലേ. ഇവിടെ കുറെ പാർക്കുകളും മറ്റേതും കുട്ടികൾക്ക് കളിക്കാനുള്ള ഇതും കുറെ ഇതുണ്ട് ഗായ്സ്. ഇവിടെ കുട്ടികൾക്ക് പറ്റിയ ജീപ്പ് ഉണ്ട്. ഇവിടെ നല്ല അടിപൊളി ഒരു പാർക്കാണിത്. കോറി പാർക്ക് എന്നാണ് പേര്. ചില ഉത്സവത്തിനുള്ള നമ്മളിങ്ങനെ കാണാറില്ലേ, ഒരു കവാടം പോലെ ലൈറ്റെല്ലാം കത്തിച്ചിട്ടുള്ള ഇത് കോറി പാർക്കിലെ ഒരു ലൈറ്റാണ്. ഇവിടെ ഒരു പെഡൽ ബോട്ട് ഉണ്ടായിരുന്നു. ഞങ്ങളതിൽ കയറിയിട്ടില്ല. ബോട്ട് കൂടെ പോകാൻ അടിപൊളി പോകാനും ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾ രാത്രിയാണ് എത്തിയത്. ഇവിടെ രാവിലെ 9 മണി തൊട്ട് രാത്രി 9 മണി വരെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്കൊരു ബോട്ട് പോലത്തെ ഒരു സ്ഥലത്തിനുള്ളിൽ ഫുഡ് കഴിക്കാം, ചായ കുടിക്കാനും ചെയ്യാം. പിന്നെ ഇവിടെ കണ്ടോ, ഞാൻ പറഞ്ഞ സാധനം ഇവിടെയാണ്. ഇവിടെ ഒരു ബോട്ട് പോലത്തെ സാധനം ഉണ്ട്. അവിടെ കുറേ പേര് ഇരുന്ന് ചായ കുടിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. അവിടെ നിന്ന് ചായ വാങ്ങി ഇവിടെ പോയിട്ട് കുടിക്കാം. ടിക്കറ്റ് വാങ്ങി എന്തിനാന്നല്ലേ, ഞാനിവിടെ ഒരു കുട്ടികൾക്ക് ഡ്രൈവിംഗ് പറ്റിയ പോലത്തെ ഒരു ജീപ്പ് സെറ്റ് ചെയ്തിരുന്നു. ഞാൻ അതുപോലത്തെ ഇന്നും ഞാൻ കയറിയിട്ടുണ്ട്. ഇവിടെ അവർക്ക് റിമോട്ട് ഉണ്ട്. പക്ഷേ എനിക്ക് സ്റ്റെയറിംഗ് എല്ലാം പിടിച്ചിട്ട് ഇതാക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എനിക്ക് മറ്റേ റിമോട്ട് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അല്ലാതെ ഓടിക്കാൻ തുടങ്ങി. ഇതാണ് ഗായ്സ് ജീപ്പ്. വേറെ ജീപ്പുണ്ട്. ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇതാണ് കിട്ടിയത്. പോലീസ് ജീപ്പാണ് ഗായ്സ് ഇത്. ഇവിടെ ഇതിന് ടിക്കറ്റിന് 100 രൂപ ഇവിടെ അടച്ചാൽ ഇവിടെ കിട്ടുന്നതാണ്. ഞാൻ ഓടിക്കാൻ തുടങ്ങുകയാണ് ഗായ്സ്. അവിടെ ഒരു കവാടം പോലത്തെ ഒരു ഇതുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ചുറ്റിയിട്ട് ഇവിടെ തന്നെ തിരിച്ചൊന്ന് പാർക്ക് ചെയ്യലാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അവര്.
ഈ ലൈറ്റിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ എന്ത് ഭംഗിയാണ്. ഹൈവേ കൂടെ പോകുന്ന പോലെയല്ല എനിക്കൊരു ഫീല്. എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നതാണ് ജീപ്പ് ഓടിച്ചിട്ട്. രണ്ട് സൈഡും പുഴയാണ്. ഞാൻ ജീപ്പ് ഓടിച്ചിട്ട് ഈ ടിക്കറ്റ് മാമൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ഇറങ്ങി പാർക്കിലോട്ട് വന്നു. ഫസ്റ്റിൽ തന്നെ ഞാനൊരു ഊഞ്ഞാല കണ്ടേ. അവിടെ ചെറിയവർക്കും വലിയവർക്കും എല്ലാ കുട്ടികൾക്കും അവൈലബിൾ ആണ്. സെക്കൻഡ് മറ്റേ ഊരുന്ന സാധനമില്ലേ, അതിലാണ് ഞാൻ പോയിട്ടുള്ളത്. ഇതിന് മെല്ലെയാണ് നമുക്ക് ഊരാൻ പറ്റത്തുള്ളൂ. താഴെയാണെങ്കിൽ മണ്ണുമാണ്. പിന്നുള്ളത് ഇങ്ങനത്തെ ഒരു കറങ്ങുന്ന സാധനമായിരുന്നു. ഇതിൽ ഞാനിങ്ങനെ കറങ്ങിക്കൊണ്ടേ നിന്നു. എനിക്കിവിടെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി ആ കറങ്ങുന്ന സ്ഥലത്തിന് വന്ന്. പിന്നെ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട് ഇവിടെ. ഇതുമ്പോൾ ഞാനൊന്ന് കയറി. തിരിച്ചിറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എന്നെങ്കിലും ഞാൻ ഇറങ്ങി. ഇത്തിരി ബുദ്ധിമുട്ടുള്ളത്, ബാക്കി അങ്ങോട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് കുട്ടികൾക്കെല്ലാം സിമ്പിളായിട്ട് കളിക്കാൻ പറ്റിയൊരു പാർക്ക് തന്നെയാണിത്. ഞാനൊന്ന് തിരിച്ചും കയറി നോക്കി. ഞാൻ എല്ലാ പാർക്കിലും പോകുമ്പോൾ ഇതേപോലെ തന്നെ കളിച്ചു നോക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ലോണം ഈസി ആയിരുന്നു. അതുകൊണ്ട് അത്ര കുഴപ്പമില്ല. ഞാനിനി തിരിച്ച് കയറുമ്പോൾ കൂടെ ഇറങ്ങുകയാണ്. ഇറങ്ങാനും കയറാനും വല്ല കുഴപ്പമൊന്നുമില്ല. കുട്ടികൾക്കെല്ലാം നല്ല സുഖത്തുള്ളൊരു പാർക്ക് തന്നെയാണ് കോറി പാർക്ക് എന്ന് പറയുന്നത്. കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടുന്നൊരു പാർക്ക് തന്നെയാണ്. അടുത്തത് നമ്മൾ ഇങ്ങനത്തെ ഒരു ജമ്പി എന്ന സാധനമില്ലേ, അതിൻ്റെ ഉള്ളിലായിരുന്നു ഞാൻ കയറിയത്. അവിടെ നിന്ന് 3, 4, 5, 6 ഫ്രണ്ട്സെല്ലാം കിട്ടിയെങ്കിൽ ഞാനും അവിടുന്ന് തുള്ളി അങ്ങനെ കളിച്ചു. പാർക്കിലെല്ലാം പോയി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നതായിരുന്നു. അപ്പോൾ സ്ഥലം മറക്കണ്ട, കോറി പാർക്കാണിത്. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു ഇറങ്ങി. ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.